പ്രിയപ്പെട്ടവരെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അല്ലെങ്കിൽ INC എന്ന് നമുക്ക് പറയാം. എന്താ പറയുക? INC എന്ന് നമ്മൾ പറയും, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പോൾ ഓരോ ദിവസവും ചെറിയ ഭാഗങ്ങളായിട്ടാണ് പഠിക്കുന്നത്. നമ്മൾ ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇത് എന്നല്ല, നമ്മുടെ ആദ്യത്തെ ഒരു ക്ലാസ്സാണ്. നമ്മൾ തുടർന്ന് ഇങ്ങനെ ഓരോ ക്ലാസ്സിലേക്ക് നമ്മളിങ്ങനെ മുമ്പോട്ട് പോകും. നോക്കാം നമുക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അത് നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ഏറ്റവും കൂടുതൽ മുമ്പിൽ നിന്ന ഒരു പാർട്ടിയാണ് ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ, അല്ലേ? അപ്പോൾ 1885 മുതൽ 1947 വരെ, 1947 നമുക്കറിയാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷമാണ്. അപ്പോൾ അതുവരെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ പാർട്ടിയാണ് ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ ബേസിക് കാര്യമാണ്. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് 85 മുതൽ 47 വരെ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ഒരു പാർട്ടിയാണ് ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലായി, സ്വാതന്ത്ര്യം കിട്ടിയത് 47 അപ്പോൾ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് 85. ഓക്കെ, ഇനി ഇത് നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കുന്നതിന് മുമ്പ് ഈ കോൺഗ്രസിൻ്റെ പേര് എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നായിരുന്നു. തന്നെ ഇന്ത്യൻ നാഷണൽ യൂണിയന് 1884 ഇന്ത്യൻ നാഷണൽ യൂണിയന്. പിന്നീടാണ് അത് എന്ത് പേരിൽ അറിയപ്പെട്ടത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേരിൽ അറിയപ്പെട്ടത്. ഇത് സ്ഥാപിച്ചത് എ ഹോ ഹ്യൂം എന്ന് പറയുന്ന ആളാണ്. ആരാണ്? എ ഹോ ഹ്യൂം എന്ന് പറയുന്ന ആളാണ് ഇത് സ്ഥാപിച്ചത്. അലൻ ഒക്ടോവിയൻ ഹ്യൂം എന്നാണ് മുഴുവൻ പേര്. നമ്മൾ ഇങ്ങനെ പഠിച്ചാൽ മതി. എ ഹോ ഹ്യൂം എന്ന ആളാണ് എന്ത് സ്ഥാപിച്ചത്? ഇന്ത്യൻ നാഷണൽ യൂണിയൻ സ്ഥാപിച്ചത്. ഇനി ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റ്. ഇതെന്താണ്? ഒരു PYQ ക്വസ്റ്റ്യനാണ്. PYQ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ക്വസ്റ്റ്യനാണെന്ന്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച വർഷം ഏതാണ്? 1885 1885 ഡിസംബർ 28. ഏതാണ്? 1885 ഡിസംബർ 28 എന്ത് സ്ഥാപിച്ചത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത്. ഇനി കോൺഗ്രസ്സിന് ഈ ഒരു പേര് നിർദ്ദേശിച്ചാണ്, അല്ലേ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് വിളിക്കാമെന്ന് പറഞ്ഞ് അതിൻ്റെ പേര് നിർദ്ദേശിച്ച ആളുടെ പേരാണെന്ത്? ദാദാഭായ് നവറോജ്. ആരാണ്? ദാദയാണ്, അല്ലേ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് പേര് കൊടുത്താരാ? ദാദയാണ്, ദാദാഭായ് നവറോജ്. ഓക്കെ, റെഡിയാണല്ലോ. അപ്പോൾ ഇവിടെ നോക്കുക, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് 1885 ഡിസംബർ 28. ഇനി കോൺഗ്രസ്സിന് ആദ്യം ആ പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജ്. യെസ്, വെരി ഗുഡ്. ഇനി ഇതിൻ്റെ അടുത്തൊരു ഭാഗം നോക്കാം നമുക്ക്. ആദ്യ സെക്രട്ടറി നേരത്തെ നമ്മൾ പഠിച്ച ആൾ തന്നെയാണ്. എ ഹോ ഹ്യൂം എന്ന് പറഞ്ഞ ആളാണെന്ത്? ആദ്യ സെക്രട്ടറി. ഇനി ആദ്യ പ്രസിഡൻറ്റോ? WC ബാനർജി. ബാനർജി. ആരാ പ്രസിഡന്റ്? ആരാണ്? ബാനർജി, അല്ലേ? എങ്ങനെ ആലോചിച്ചാൽ മതി. പ്രസിഡന്റുമാരുടെ പേരാണ് ഉണ്ടാവുക ബാനറിൽ ആദ്യം ഉണ്ടാവുക, അല്ലേ? ബാനറിൽ പ്രസിഡന്റുമാരുടെ പേരാണ് ആദ്യം ഉണ്ടാവുക. അപ്പം ബാനർജി, WC ബാനർജി, WC ബാനർജി. ഇനി 2 പ്രാവശ്യം കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ വ്യക്തിയാണ് ആര്? WC ബാനർജി. അപ്പോൾ ബാനർ എന്നാലിക്കുക, ബാനർ, അല്ലേ? കോൺഗ്രസിൻ്റെ, അല്ലേ, പ്രസിഡന്റുമാരുടെ പേര് ആദ്യം ബാനറിൽ ഉണ്ടാവുമല്ലേ, തല്ലുണ്ടാക്കുക. അപ്പോൾ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ വ്യക്തിയാണ് ആര്? WC ബാനർജി. ഇനി ആദ്യത്തെ സമ്മേളനം നടത്താൻ തീരുമാനിച്ചത് പൂനെ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, അല്ലേ? പൂനെ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചത്. നടന്നിട്ടില്ല. എന്നാൽ ആദ്യ സമ്മേളനം നടന്നതോ ബോംബെയിലാണ്, അല്ലേ? ബോംബെ ചെറിയ ബോംബെ എന്നല്ല, വലിയ ബോംബെ തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ സമ്മേളനം നടത്താൻ വേണ്ടി തീരുമാനിച്ചത് എവിടെയാണ്? ബോംബെയിലാണ് ആദ്യ സമ്മേളനം നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. ഇനി നേരത്തെ പറഞ്ഞു പൂനെയിലാണ് തീരുമാനിച്ചത്, നടന്നത് ബോംബെയിലാണ്. എന്തുകൊണ്ടാണത് മാറ്റിയതെന്ന് വെച്ചാൽ പ്ലേഗ്, അല്ലേ? പ്ലേഗ് എന്ന് പറഞ്ഞ എപ്പിഡമിക്സ്, ഒരു പകർച്ചവ്യാധി ഉള്ളത് കൊണ്ടാണ് പൂനെയിൽ നിന്ന് എങ്ങോട്ട് മാറ്റിയത്? ബോംബെയിലേക്ക് മാറ്റിയത്. ഇനി ഈ ഒരു ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ആൾക്കാർ നോക്കണേ. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് 72 ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട്. എത്ര ആൾക്കാർ? 72 ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട് കോൺഗ്രസിൻ്റെ ആദ്യത്തെ സമ്മേളനത്തിൽ. എത്ര ആൾക്കാർ? 72 ആൾക്കാർ. ഇനി ആദ്യ സമ്മേളനത്തിൽ എത്ര പ്രമേയങ്ങൾ അവതരിപ്പിച്ച്? 9 പ്രമേയങ്ങൾ. അങ്ങനെ ആലോചിച്ചാൽ മതി. ഇവിടെ 7 2 9 72 ആൾക്കാർ പങ്കെടുത്ത സംഖ്യകൾ കൂട്ടിയില്ലേ? 7 2 കൂട്ടി 9. അങ്ങനെ 9 പ്രമേയങ്ങളാണ് ആദ്യത്തെ എന്തിൽ അവതരിപ്പിച്ചത്? ആദ്യ സമ്മേളനത്തിൽ അവതരിച്ച പ്രമേയങ്ങൾ. ഇനി അടുത്തൊന്നാണ്, അങ്ങനെ കോൺഗ്രസിന് സമ്മേളനങ്ങൾ നടന്നപ്പോൾ ഇതിൽ ആദ്യമായിട്ട് പങ്കെടുത്ത ഒരു മലയാളിയാണ് മക്കളെ. ആരെ?
ബാരിസ്റ്റർ ജി പി പിള്ള. ആരാണ്? ബാരിസ്റ്റർ ജി പി പിള്ള. ഓക്കെ, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ എങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ പഠിച്ചത് ഒന്നുകൂടി ഒന്ന് ആലോചിക്കുക, നമ്മൾ റിവൈസ് ചെയ്യുക. ആദ്യം നമ്മൾ പഠിച്ചെന്തായിരുന്നു? കോൺഗ്രസ് സ്ഥാപിച്ച 885 ഡിസംബർ 28. പിന്നെ അത് സ്ഥാപകൻ ആരായിരുന്നു? അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടത്താൻ വേണ്ടി തീരുമാനിച്ച സ്ഥലം എവിടെ? അത് പിന്നീട് എങ്ങോട്ട് മാറ്റി? എന്തുകൊണ്ടാണ് മാറ്റിയത്? ഇതൊക്കെ ഇപ്പോഴത്തെ പരീക്ഷൻ്റെ പാറ്റേൺ നമുക്കറിയാം, സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസിനാണ്. അപ്പം അതുകൊണ്ട് ഓരോ ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം? പോകണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത ഭാഗം നമുക്ക് എന്ത് ചെയ്യുക? ഉടനെ തന്നെ നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ കമൻറ്റ് എന്ത് ചെയ്യണം? നിങ്ങൾ അടിയിൽ എന്ത് ചെയ്യണം? രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.